നമസ്കാരം. ഇടതുപക്ഷത്തിൻ്റെ എടുത്തു പറഞ്ഞാൽ പിണറായി വിജയൻ്റെ 10 വർഷങ്ങൾ നീണ്ട ഭരണകാലം കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വളരെയധികം ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാംസ്കാരിക നക്കികൾ എന്ന് വിളിക്കുന്ന സാംസ്കാരിക നായകന്മാർക്ക്. ഈ സാംസ്കാരിക നായകന്മാർ എന്നുള്ളൊരു പദം ഞാൻ ഉപയോഗിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു അർത്ഥവ്യാപ്തിയിലാണ്. അവരെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഈ സാംസ്കാരിക രംഗത്ത് വെറുതെ വായ്ത്താളം അടിച്ച് നടക്കുന്ന ആളുകളെ മാത്രമല്ല ഞാനിതിൽ ഉൾപ്പെടുത്തുന്നത്. സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, ഇവരെല്ലാം ഈ ഒരു വൃത്തത്തിനുള്ളിൽ പെടും എന്ന് പ്രേക്ഷകർ ആദ്യമേ മനസ്സിലാക്കുക. അവർക്കായിരുന്നു ഈ ഒരു 10 വർഷങ്ങൾ നീണ്ട പിണറായി വിജയൻ്റെ ദുർഭരണം കൊണ്ട് ഏറ്റവും അധികം പ്രയോജനങ്ങൾ ഉണ്ടായത്. കാരണം സാഹിത്യകാരന്മാർക്ക് പുരസ്കാരങ്ങൾ, സാഹിത്യകാരന്മാരോ സാഹിത്യകാരികളോ ഇവർക്കെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് സ്തുതിപാഠകരായി മുന്നോട്ട് വന്നാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്തുതിപാഠകരായി മുന്നോട്ട് വന്നാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് പിണറായി വിജയനായിരുന്നല്ലോ, പിണറായി വിജയൻ്റെ സ്തുതിപാഠകരായി മുന്നിലേക്ക് വന്നാൽ ഇവർക്ക് പുരസ്കാരങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം നൽകി ആദരിച്ചും, അത് സിനിമാ താരങ്ങളായാലും ശരി, ഇപ്പോൾ സംവിധായകനായ കമലാകട്ടെ, മധുപാലാകട്ടെ, ഇവരെല്ലാം പിണറായി വിജയൻ്റെ സ്തുതിപാഠകരായി സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത് കേരളത്തെ കൃത്യമായി തന്നെ സാംസ്കാരിക മേന്മ കൊണ്ട് അനുഗ്രഹിച്ചവരാണ്. സാഹിത്യകാരികളുടെ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ കാര്യമെടുത്താൽ അശോകൻ ചെരുവിൽ മുതൽ സച്ചിദാനന്ദൻ വരെയും, മീര മുതൽ ദീപാ നിശാന്ത് വരെയും ഇവരെല്ലാവരും ലോകമറിയേണ്ട സാഹിത്യകാരന്മാരാണ്. അല്ലെങ്കിൽ ലോക പ്രശസ്ത ടോൾസ്റ്റോയേക്കാളും അല്ലെങ്കിൽ ഷേക്സ്പിയറിനേക്കാളും മുന്തിയ സാഹിത്യകാരന്മാരാണ് സച്ചിദാനന്ദനും അശോകൻ ചെരുവിലും എന്നുള്ള തരത്തിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് വേദികളിൽ ഇവർ പ്രദർശിപ്പിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഇവർക്ക് പുരസ്കാരങ്ങൾ നൽകപ്പെട്ടത്, സ്ഥാനമാനങ്ങൾ നൽകപ്പെട്ടത്. സ്ത്രീകളുടെ കാര്യം പറഞ്ഞാൽ അവരും അങ്ങനെ തന്നെ. അഗത ക്രിസ്റ്റി മുതൽ ജെയിൻ ഫോസ്റ്റർ വരെ, ജെയിൻ ഓസ്റ്റിൻ വരെ, ക്ഷമിക്കണം, പേര് ഒരു നിമിഷം തെറ്റിപ്പോയി, ജെയിൻ ഓസ്റ്റിൻ വരെയുള്ള, അഗത ക്രിസ്റ്റി മുതൽ ജെയിൻ ഓസ്റ്റിൻ വരെയുള്ള സാഹിത്യകാരികളൊന്നും ഇവരുടെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ള തരത്തിലേക്ക് ഇവരെ പ്രദർശിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇവർ പ്രചരിപ്പിക്കപ്പെട്ടു. ഇവരെ എടുത്തുയർത്തി ഒരു പ്രത്യേക തലങ്ങളിൽ കൊണ്ടുവച്ച് ഇവരാണ് സാഹിത്യകാരന്മാർ, സാഹിത്യകാരികൾ, സാംസ്കാരിക നായകന്മാർ, സാംസ്കാരിക നായികമാർ എന്നുള്ള തരത്തിലെല്ലാം പ്രചരണങ്ങൾ നടത്തി ഇവരെയെല്ലാം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങൾ. എന്തിന് അവസാന കാലങ്ങളായപ്പോൾ പിണറായി വിജയൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലങ്ങളിൽ വേടനെ പോലുള്ളവരായി സാംസ്കാരിക നായകന്മാർ, കഞ്ചാവ് കേസിലും പീഡന കേസിലും എല്ലാം പ്രതികളായവർ, അതായി മിനിമം ക്വാളിഫിക്കേഷൻ. ഇത്തരത്തിലുള്ള സാംസ്കാരിക നായക പദവിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിണറായി വിജയൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ച് സ്ഥാനമാനങ്ങൾ നൽകി കൊണ്ട് നടന്ന് പ്രദർശിപ്പിക്കണമെങ്കിൽ ഒരു പീഡന കേസിലെങ്കിലും മിനിമം പ്രതിയായിരിക്കണം, ഒരു കഞ്ചാവ് കേസിലെങ്കിലും മിനിമം പ്രതിയായിരിക്കണം. ഇതായി ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ, ഏറ്റവും ചുരുങ്ങിയ ആവശ്യം, നിങ്ങൾക്കുണ്ടാവേണ്ട ചുരുങ്ങിയ ഗുണം അതായി മാറി. അങ്ങനെയുള്ള തലങ്ങളിലാണ് സാംസ്കാരിക നായകന്മാരെ, വീണ്ടും അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സാംസ്കാരിക നക്കികളെ, പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങളായി പൊതിഞ്ഞു പിടിച്ച് കൊണ്ട് നടന്നിരുന്നത്. ഇനി അവരെന്ത് ചെയ്യും? അതാണ് ചോദ്യം. AR മീരയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേഷഭൂഷാദികളിൽ ഉണ്ടായ പരിണാമങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ, അവരുടെ ഒരു പ്രദർശനപരതയുള്ളൊരു സാഹിത്യകാരിയാണവർ. അവരുടെ തന്നെ വേഷഭൂഷാദികൾ ഈ സമീപകാലത്തുണ്ടായ മാറ്റങ്ങളനുസരിച്ചൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഒരു ഊഹം നടത്തുകയാണെങ്കിൽ, അടുത്ത മാധവിക്കുട്ടിയാകുവാനുള്ള ശ്രമത്തിലാണവർ ഇപ്പോൾ. കുറേ കൂടി ബൗദ്ധിക തലത്തിൽ ചിന്തിക്കുന്ന ഒരു മാധവിക്കുട്ടിയാണ് താൻ എന്നുള്ളതാണ് അവരുടെ ഒരു ഉള്ളിലുള്ള സ്വയം ബോധമെന്ന് തോന്നുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യം അവർക്ക് UDF സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാകുമോ? അതിന് സാധ്യതയുണ്ട്. കാരണം മാധവിക്കുട്ടിക്ക് UDFുമായിട്ടുള്ള ബന്ധം നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. അതിനുള്ള വാതായനങ്ങൾ ഇപ്പോഴും മലപ്പുറത്ത് തുറന്നു കിടപ്പുണ്ട്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ മറ്റ് ദീപാ നിശാന്തിനെ പോലുള്ളവരെന്ത് ചെയ്യും? കാലാകാലങ്ങളായി UDFിലെ ഏത് നേതാവിനെ രാവിലെ എഴുന്നേറ്റാൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പടമെടുത്ത് അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രകൃതിയായിരുന്നു. മീരയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു കാര്യം പറയണം, ബൽറാമിനെ പോലുള്ളൊരു നേതാവുമായിട്ട് രൂക്ഷമായ വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവർ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ വായ്ത്താളം അടിച്ച് നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു കളയരുത്. UDFിലെ ഈ പറയുന്ന നേതാക്കളെല്ലാം ഇപ്പോൾ VT ബൽറാം ആകട്ടെ, അല്ലെങ്കിൽ UDFിലെ മറ്റ് നേതാക്കളാകട്ടെ, VD സതീശൻ മുതൽ രമേശ് ചെന്നിത്തല വരെ ആരുമാകട്ടെ, ഇവരെല്ലാം വളരെ മാന്യന്മാരായിരുന്നു. അവരെയെല്ലാം പിണറായി വിജയന് വേണ്ടിയിട്ട് വേട്ടയാടിയിരുന്ന ക്രൂരന്മാരായിട്ടുള്ള
സാംസ്കാരിക നക്കികളായിരുന്നു എതിർവശത്തുള്ളവർ എന്ന് വിചാരിച്ച് കളയരുത്. ക്രൂരന്മാരായിട്ടുള്ള സാംസ്കാരിക നായകന്മാർ തന്നെയായിരുന്നു ഈ പൂക്കാസകളെല്ലാം, പുരോഗമന കലാസാഹിത്യ സമിതിക്കാരെല്ലാം. പക്ഷേ മറ്റുള്ളവർ നല്ലവരായിരുന്നില്ല. എന്നിരുന്നാലും അധികാരത്തിൽ ഇപ്പോൾ വരുവാൻ പോകുന്നത്, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുവാൻ പോകുന്നത് അവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ സ്ഥാനമാനങ്ങളും പഴയ പ്രശസ്തിയും പ്രദർശനവും വേദികളും എല്ലാം നൽകണമെങ്കിൽ ഇവരെ കൊണ്ടേ സാധിക്കുകയുള്ളൂ, UDFനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഈ പഴയ സാംസ്കാരിക നക്കികൾക്ക് പ്രയോജനം എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഇവരുടെ കാല് പിടിക്കണം. കാല് പിടിക്കാൻ ചെന്നാൽ അവർ സ്വീകരിക്കുമോ? UDFനെ സംബന്ധിച്ച് പക്ഷേ ഒരു ചെറിയ ഗുണം സാംസ്കാരിക നക്കികൾക്കുണ്ടാകും. അത് UDFന് പ്രത്യേകിച്ച് ഈ സാംസ്കാരിക സാഹിത്യ മേഖലകളിലൊന്നും വലിയ താല്പര്യമില്ല. അതിപ്പോൾ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, അയാളിലേക്ക് ഞാൻ വരാം. പക്ഷേ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ആരെങ്കിലും വന്ന് അവരെ പുകഴ്ത്തി വാഴ്ത്തിപ്പാടിയാൽ താനങ്ങായിക്കോ. പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും മറ്റൊരാളെ അവിടെ കൊണ്ടുവരണമെന്നുള്ള ഒരു നിക്ഷിപ്ത താല്പര്യമില്ലെങ്കിൽ ഈ സാംസ്കാരിക നക്കികളിൽ ആര് വന്നാലും അവർ സ്വീകരിച്ച് കയറി നടന്നോളൂ. അവിടെ ഒരുപക്ഷെ അങ്ങനൊരു വാതായനം ഇവരുടെ മുമ്പിൽ തുറന്നു കിട്ടിയാൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്തുണ്ടായിരുന്നതിനേക്കാളൊരു മെച്ചം ഇവർക്ക് നേടുവാൻ സാധിക്കും. അവിടെ കാര്യം ഭരണതലത്തിൽ നിന്നുള്ള ഒരു ഇടപെടൽ അവരുടെ മേൽ കുറവായിരിക്കും. അവരേതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ തലപ്പത്തോ അല്ലെങ്കിൽ കലാമണ്ഡലത്തിൻ്റെ തലപ്പത്തോ മറ്റെന്തെങ്കിലും ഒരു പുതിയ പദവി തന്നെ സൃഷ്ടിക്കപ്പെട്ട് അതിലേക്ക് പിടിച്ചിരുത്തപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ മീര ആയാലും ഇനിയിപ്പോൾ ദീപാ നിഷാന്ത് ആയാലും ഇവരെല്ലാം എന്തെങ്കിലും തരത്തിൽ കാല് പിടിച്ച് ഇവരുടെ പ്രീതി സമ്പാദിച്ച് അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ നേടിയെടുത്താൽ ഭരണതലത്തിൽ നിന്നുള്ള ഇടപെടൽ കുറവായിരിക്കും. കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ഒരു ധാർഷ്ട്യം അവർക്കില്ല. ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ വളരെ പരന്ന വായനയുള്ളവരാണ്. അതൊന്നും കോൺഗ്രസ്സുകാരെന്തായാലും പറയില്ല. VD സതീശനൊഴികെ മറ്റൊരു നേതാവും താൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നയാളാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാനൊരു കലാസ്വാദകനാണ്, അങ്ങനെയുള്ളൊരു പുറംപൂച്ചൊന്നും കോൺഗ്രസ് നേതാക്കൾക്കില്ല. അവർക്ക് താല്പര്യം മറ്റ് പല മേഖലകളിലുമാണ്. അതവർ കഴിയുന്നിടത്തോളം മറച്ചു വയ്ക്കാറുമില്ല, അല്ലെങ്കിൽ മറച്ചു വയ്ക്കാൻ അവർക്ക് സാധിക്കാറില്ല. അവരുടെ ഒരു വിവരക്കേട് പലപ്പോഴും പുറത്ത് വരാറുമുണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇവരുടെ മേൽ ഒരു സമ്മർദ്ദം, അവരെ ഏത് സ്ഥാനമാണോ ഏൽപ്പിച്ചത് ആ സ്ഥാനമാനങ്ങളെ, ആ സ്ഥാനം എങ്ങനെ കൊണ്ടുപോകണം, ആ ഒരു സ്ഥാപനം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്താണെങ്കിൽ ആ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ച് യാതൊരു ഇടപെടലുകളും മുകളിൽ നിന്നുണ്ടാവില്ല. UDFൻ്റെ പ്രീതി സമ്പാദിച്ച് ഇവർ അങ്ങനെ ഒരു സ്ഥാനം സമ്പാദിച്ചാൽ, സ്ഥാനമാനങ്ങൾ സമ്പാദിച്ചാൽ ആ ഒരു സ്ഥാപനം അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും. കൊടുക്കേണ്ട ഒരു പങ്കുണ്ടല്ലോ ഇതിൻ്റെ, അത് കൃത്യമായിട്ട് കൊടുത്തിരുന്നാൽ മാത്രം മതി. അതിന് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇവർക്ക് പണത്തേക്കാൾ കൂടുതൽ പ്രശസ്തിക്കാണ് താല്പര്യം. അത് കിട്ടുമെങ്കിൽ പണം അവർ അതിൻ്റെ ഒരു നല്ലൊരു പങ്ക് അവരെടുത്തോട്ടെ. ആഡംബര ജീവിതം വേണം ഇവർക്ക്, അത് കൃത്യമായിട്ട് തന്നെ ലഭിക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കുവാനും ഇവർക്കറിയാം. കാരണം 10 വർഷങ്ങൾ നീണ്ടൊരു പ്രവർത്തന പരിചയം ഇവർക്കിൽ പലർക്കും ആ മേഖലകളിലുണ്ട്. പലരും ഇപ്പോൾ പലതരത്തിൽ സമൂഹത്തിൽ അത്ര സുഖകരമല്ലാത്തൊരു കാഴ്ചപ്പാടിലാണ് സമൂഹം അവരെ കാണുന്ന, ആ തലത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ദീപാ നിഷാന്തിൻ്റെ കാര്യമാണെങ്കിൽ കവിത മോഷണം, മീരയുടെ കാര്യമാണെങ്കിൽ സ്വരാജിനെ പോലുള്ള ഒരു സ്ഥിരപരാജിതനെ പിന്തുണച്ച ഒരു ചീത്തപ്പേര്, ബൽറാമിനെ പോലുള്ളവരുമായിട്ടുള്ള വാക്പോര്, സച്ചിദാനന്ദനും അശോകൻ ചെരുവിലുമാണെങ്കിൽ സച്ചിദാനന്ദൻ അവസാന നിമിഷത്തിൽ കാലുമാറി എന്നുള്ളൊരു ചീത്തപ്പേര്. അശോകൻ ചെരുവിലാണെങ്കിൽ അദ്ദേഹം പറയുന്ന മണ്ടത്തരങ്ങളാണെന്ന് സഖാക്കൾക്ക് മനസ്സിലാവില്ല. മണ്ടത്തരങ്ങളാണെന്ന് ആരെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം അത് എന്തുകൊണ്ട് മണ്ടത്തരമല്ല എന്ന് മാത്രമല്ല, മണ്ടത്തരമാണെന്ന് പറഞ്ഞവൻ എങ്ങനെ മണ്ടനാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു മണ്ടത്തരം കൂടി പറയും. അതാണ് അശോകൻ ചെരുവിലിൻ്റെ ഒരു നിലവാരം. ഇത്തരത്തിലുള്ള പല അതലപാതാളങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരാണ് ഈ സാംസ്കാരിക നക്കികളിപ്പോൾ. ഇവരെല്ലാം ഉയർന്നു വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവാരത്തിൽ ഉയർന്നു വരണമെന്നില്ല. അങ്ങനെ ഒരു നിർബന്ധവും UDFന് ഉണ്ടാകുന്ന യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ഇവരുടെ പ്രീതി സമ്പാദിക്കുന്ന തലത്തിലേക്ക് ഉയർന്നു വന്ന് ഈ സ്ഥാനമാനങ്ങൾ നേടിയെടുത്താൽ ഇവർക്ക് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം തുടരാം. ഇനി വരുവാൻ പോകുന്ന സമര പരമ്പരകൾക്ക് ചരമഗീതങ്ങൾ എഴുതി അല്ലെങ്കിൽ വാഴ്ത്തുപാട്ടുകൾ എഴുതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം തുടരാം. അടുത്ത 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരുവാൻ പോകുന്ന പൊന്നരിവാൾ അമ്പിളി രാഗി മിനുക്കുന്ന പൊൻപുലരിയെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇവരിൽ പലരും അതിന് മുതിരും എന്നെനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ സാധ്യത കമലിനെ പോലുള്ളവർ, അതാണ് ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് എടുത്തു പറയാമെന്ന്, സംവിധായകൻ കമലിനെ പോലുള്ളവർ മുസ്ലിം ലീഗ് വഴി എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഒപ്പിച്ചെടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ പണ്ടേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ലേ, പിണറായി വിജയനെ അയാളത്ര പോരാ. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സ്ഥാനം നമുക്ക് തരുമ്പോൾ
ആ സ്ഥാപനം എങ്ങനെയെങ്കിലും ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെപ്പോലെ പ്രാപ്തനായ ഒരാൾ വേറെ ഇല്ല എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനവിടെ തുടർന്നിരുന്നത്. പലപ്പോഴും ഒരു രാജിക്കത്ത് മുഖത്ത് വലിച്ചെറിയണം എന്ന് കരുതിയിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പലരും എന്നോട് നിർബന്ധിച്ചു, കമൽ സാർ പോകരുതേ, കമൽ സാർ പോകല്ലേ, അയ്യോ കമൽ സാർ പോകല്ലേ എന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു അഴകുഴമ്പൻ ന്യായം പറഞ്ഞ് നാളെ UDFൻ്റെ പ്രീതി സമ്പാദിച്ച, മുസ്ലിം ലീഗ് വഴി പ്രീതി സമ്പാദിച്ച് കയറിപ്പറ്റുവാൻ കമലിന് യാതൊരു ലജ്ജയും ഉണ്ടാകില്ല. മറ്റുള്ളവരുടെ കാര്യം ഒരല്പം കൂടി ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. സാന്ദർഭികമായി ഇന്ന് ഇവരെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇങ്ങനൊരു ആശയം നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഈ സാംസ്കാരിക നക്കികൾ ഇനി എന്ത് ചെയ്യും? UDFൻ്റെ പ്രീതി സമ്പാദിക്കാൻ ശ്രമിക്കുമോ അതോ LDFൻ്റെ ഒപ്പം തന്നെ തുടരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.